അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മക്കളെ, നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഖുർആൻ പാരായണം എളുപ്പമാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ്സാണ്. സൂറത്തുൽ ഹാഖ നമുക്കൊന്ന് ഓതി നോക്കിയാലോ? ഇൻഷാ അല്ലാഹ് കൂടെ ഓതുക. ആദ്യം ഒന്ന് കേൾക്കുക, പിന്നെ ഒന്ന് കൂടെ ഓതുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിലായിട്ട് ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് മുതിർന്ന ആളുകൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ മൽ ഹാഖ. അവിടെ ഒരു മദ്ദുണ്ട് അല്ലേ? മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് അല്ലെങ്കിൽ ശബ്ദക്ക് വന്നാൽ അവിടെ മദ് ലാസിമ് വരും. അപ്പോൾ ഇവിടെ കൂടുതൽ നീട്ടേണ്ട സ്ഥലമാണ്. അൽ ഹാ, അങ്ങനെ തന്നെ നീട്ടണം. അൽ ഹാഖ. അവിടെ അവസാനം താ ആണുള്ളത്, ഹാ താ ഇല്ലേ? ഹാ താ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ സുക്കൂനുള്ള ഹാ ആയിട്ട് മാറും. ഖഹ് ഖഹ് അല്ലേ? ഖഹ് എന്ന് പറഞ്ഞാൽ ഖഹ്. അൽ ഹാഖ മൽ ഹാഖ. ഞാൻ കൂട്ടി വായിക്കുകയാണെങ്കിൽ അൽ ഹാഖതു മൽ ഹാഖ. മൽ മാ എന്നല്ല, മൽ മാ എന്നാണ് ഉള്ളത് അല്ലേ? നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നാൽ മാൽ എന്ന് വായിക്കൂല, മൽ. മൽ ഹാഖ വമാ അദ്റാക. റാക ലാ അലിഫാണ്. കാണുമ്പോൾ ഒരു യാ പോലെ തോന്നുമെങ്കിലും അത് അലിഫാണ്. വമാ അദ്റാക മൽ ഹാഖ. മൽ ഹാഖ. كذبت ثمود وعاد بالقارعة. അടക്കം എന്താണ്? അവസാനം താ ആണ്. താ നിർത്തുമ്പം ഒരു സുക്കൂനുള്ള ഹായിട്ട് മാറും. كذبت ثمود وعاد. ദു ലെ കഴിഞ്ഞിട്ട് ഒരു മീമുണ്ട്, ആ മീം അവിടെ വരണം. സുക്കൂനുള്ള മീം അവിടെ വരണം. ദും ബിൽ ഖാരിഅ വആദും ബിൽ ഖാരിഅ. فأما ثمود فأهلكوا بالطاغية. فأما ശബ്ദമുള്ള മീമാണ്, മണിക്കണം. മണിച്ചതിന് ശേഷം നീട്ടുക. فأما ثمود فأهلكوا بالطاغية. وأما عاد فأهلكوا بريح صرصر عاتية سخرها عليهم 7 ليال و8 أيام. سخرها عليهم 7 ليال و8 أيام. സാന്നല്ല ഥ. നാവിൻ്റെ തലഭാഗം അല്പം പുറത്തേക്ക് ഇട്ടിട്ട് മേലെ മുൻപല്ലിൻ്റെ തായ് ഭാഗത്ത് തട്ടുന്ന രൂപത്തിൽ, മേലെ മുൻപല്ലുണ്ടല്ലോ, മുൻപല്ലിൻ്റെ തായ് ഭാഗത്ത് തട്ടുന്ന രൂപത്തിൽ പറയാം. വസമാനിയത അയ്യാമിൻ ഹുസൂമ. അവിടെ നിർത്തുമ്പം ഹുസൂമ തൻമീൻ ഫത്ത് എന്ത് ചെയ്യണം? നിർത്തുമ്പം ആ രൂപത്തിലാണ് നിർത്തേണ്ടത്. فترى القوم فيها صرعى كأنهم أعجاز نخل خاوية. كأنهم أعجاز نخل خاوية فهل ترى لهم من باقية. فهل ترى لهم കൂട്ടി വായിക്കണം. ലഹും മിം, അവിടെ ഒരു മീമ് വരണം. അതിനാണ് ആ മീമിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുള്ളത്. ആ മീമിൻ്റെ വാല് താഴോട്ട് പോയ മീമുണ്ടല്ലോ, നേരെ നിവർന്ന് നിൽക്കുന്ന വാലുണ്ട്, അതല്ല, ആ മീമല്ല. ഈ മീം എന്ത് ചെയ്യണം? മീമായിട്ട് കൊണ്ടുവരണം. മിം ബാഖിയ
വജാഅ ഫിർ എന്ന് പറയരുത്, ഫിർഔന എന്ന് പറയരുത്, ഫിർഔനു വമൻ ഖബ്ലഹു വൽ മുഅ്തഫികാതു ബിൽ ഖാതിഅ. وجاء فرعون ومن قبله والمؤتفكات വൽ കൂട്ടി വയ്ക്കുമ്പോൾ വാൽ എന്ന് വായിക്കരുത്, വൽ അതിൻ്റെ ഇടയിലുള്ള ഒരു അലിഫുണ്ട്, അതെന്താണ് ഹംസത്തുൽ വസീലാണ്. കൂട്ടി വായിക്കുമ്പോൾ എന്ത് ചെയ്യൂല മക്കളെ, അത് ഓതുകയില്ല. വൽ മുഅ്തഫികാതു ബിൽ ഖാതിഅ فعصوا رسول ربهم فأخذهم أخذة رابية إنا لما طغى എന്നാണുള്ളത്. കൂട്ടി വയ്ക്കുമ്പോൾ നീട്ടാൻ വന്നു, നീട്ടാനുള്ളതിന് ശേഷം സുക്കൂൻ വന്നാൽ ത്വഗാൽ എന്ന് വായിക്കൂല. إنا لما طغى الماء حملناكم أدم نيرتنا طغى الماء حملناكم في الجارية لنجعلها لكم تذكرة وتعيها أذن واعية لنجعلها لكم تذكرة وتعيها أذن واعية فإذا نفخ في الصور نفخة واحدة في الصور في നീട്ടാൻ വന്നു, ശേഷമുള്ള സുക്കൂന ശബ്ദം വന്നാൽ നീട്ടൂല, അവിടെ ശബ്ദം വന്നു അല്ലേ. ഫീ സൂരി വായിക്കൂല, ഫി സൂരി നഫ്ഖത്തു വാഹിദ വഹുമിലത്തിൽ ഈ അലിഫും ലാമും വന്നത് നേരെ ആദ്യം കൂട്ടി വായിക്കണം. വഹുമിലത്തി അൽ അർദു എന്ന് വായിക്കരുത്. وحملت الأرض والجبال فدكتا دكة واحدة فيومئذ وقعت الواقعة وانشقت السماء فهي يومئذ واهية وانشقت السماء فهي يومئذ واهية والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية يومئذ تعرضون لا تخفى منكم خافية. إن شاء الله 18 ആയത്ത് ഓതി എന്ത് ചെയ്യുക, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഓത്ത് ക്ലിയർ ആക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ നമുക്കും പഠിക്കാൻ പറ്റിയ, രക്ഷിതാക്കൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ ക്ലാസ്സുകളാണ്. നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല, വിശദമായിട്ട് പറയുന്ന ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി നോക്കാം. നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി.